സ്വിഫ്റ്റ് ഡിസയർ കേട്ടോ കംപ്ലൈൻറ്റ് കൂളൻറ്റിലേക്ക്. അതും വണ്ടിക്കകത്ത് ഡ്രൈവർ ഇരിക്കുന്ന ഭാഗത്തേക്ക് കൂളൻറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അതാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ കൂളൻറ്റ് വരാനുള്ള കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഹീറ്റർ കോയിൽ ഉണ്ടല്ലോ, അത് കംപ്ലൈൻറ്റ് ആയിട്ടോ. അത് ലീക്ക് വന്നിട്ടാണ് ആ കൂളൻറ്റ് വരുന്നത്. ഹീറ്റർ കോയിൽ നമ്മളെ വണ്ടിക്കകത്ത് ചൂട് കാറ്റ് വരുമല്ലോ, അതിനുള്ള സംവിധാനമാണ് ഹീറ്റർ കോയിൽ. അത് ലീക്കായി കഴിഞ്ഞാൽ നമുക്ക് കൂളൻറ്റ് ലീക്കാവും. അപ്പം ഇനി ചെയ്യാനുള്ളത് ഒന്നെങ്കിൽ ഇത് ഹീറ്റർ കോയിൽ മാറണം, അല്ലാന്നുണ്ടെങ്കിൽ ബൈപ്പാസ് ചെയ്യണം. ഈ രണ്ട് ഓപ്ഷനാണ് കേട്ടോ നമുക്ക് ഇനി ചെയ്യാനുള്ളത്. ബൈപ്പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി വണ്ടിക്കകത്ത് ചൂട് കാറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അത് നമ്മളെ ഹീറ്ററിൻ്റെ സ്വിച്ച് മാറ്റിക്കഴിഞ്ഞാൽ ചൂട് കാറ്റ് വരുമല്ലോ, അതെന്തായാലും ഉണ്ടാവില്ല ബൈപ്പാസ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഹീറ്റർ കോയിൽ മാറുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ എക്സ്പെൻസ് കൂടുതലായിരിക്കും കേട്ടോ. ഹീറ്റർ കോയിലിൻ്റെ 2 ഹോസ് ഊരിയിട്ടുണ്ട്. ഇതിലൊരു ഹോസ് നേരെ എടുത്ത് ബൈപ്പാസ് ചെയ്യും. അത് എഞ്ചിനിലേക്ക് വരുന്ന ഒരു ഹോസും പിന്നെ അത് റിട്ടേൺ പോകുന്ന ഒരു ഹോസ് ഉണ്ടല്ലോ, അത് നേരെ എഞ്ചിനിലേക്ക് തന്നെ കണക്ട് ചെയ്യുന്നുണ്ട്. ഈ ഭാഗം കണക്ട് ചെയ്യും. ഈ ജെയറിൻ്റെ ഒരു ഭാഗത്താണ് ആ ഹോസ് അങ്ങോട്ട് പോകുന്നത്. ആ ഒരു ഹോസ് തലയെടുത്തിട്ട് നേരെ ഇങ്ങോട്ട് തന്നെ കണക്ട് ചെയ്യും. അപ്പോൾ എഞ്ചിനിൽ കൂടെ തന്നെ ഇങ്ങനെ കറങ്ങി നടന്നോളും. അതാണ് ബൈപ്പാസിങ്.